നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. സ്വാഗതം സ്വാമിജി. നമസ്കാരം. ഈ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് തുളസീദാസ് എന്നൊരു വിളി കേട്ടാൽ സ്വാമി സന്ദീപാനന്ദഗിരി ഒന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ അങ്ങനെ വിളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മളെയാണോ നമ്മുടെ പഴയ സുഹൃത്താണോ എന്നുള്ള രീതിയിൽ ആകാംക്ഷയോടുകൂടി, കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ മജ്ജയ്ക്കകത്ത് പതിഞ്ഞിട്ടുള്ള ഒരു പേരതാണല്ലോ. ആ നിലയിൽ തീർച്ചയായിട്ടും വിളി കേൾക്കും. ആ വിളിയെ ഒരിക്കലും നമ്മൾ മുഖം തിരിക്കില്ല, ഇഗ്നോർ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നും തോന്നുന്നില്ല. സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂർവാശ്രമം അങ്ങ് മറക്കാറുണ്ടല്ലേ? അല്ല, അത് ശരിക്കൊരു ഇപ്പോൾ ആ ചോദ്യത്തിന് നമ്മുടെ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ, അച്ഛനും അമ്മയും എന്താണോ ഇട്ട പേര് ശങ്കരൻ എന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് ആരുടെ പൂർവാശ്രമമാണ് അറിയാത്തത്? മഹാത്മാക്കളായിട്ടുള്ള എല്ലാവരുടെയും പൂർവാശ്രമം ഒരു കഥ പോലെ, ചരിത്രം പോലെ. ഇവൻ നാരദരൊക്കെ തൻ്റെ പൂർവാശ്രമം പറയുന്നു. തൻ്റെ അച്ഛനായിരുന്നു പോലും അറിയാതെ അമ്മ പല വീടുകളിൽ ജോലി ചെയ്ത് അച്ഛൻ ആരാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരുടെയും പൂർവാശ്രമം. ഇപ്പോൾ വാത്മീകിയെക്കുറിച്ച് പറയുമ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന ഒരു പൂർവാശ്രമം, അത് ഏറ്റവും മോശപ്പെട്ടതാണെങ്കിലും അത് പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചിലരുണ്ട്, അങ്ങനെ പൂർവാശ്രമം ചോദിക്കരുത് എന്നൊക്കെ പറയും. എന്താ, ചിലപ്പോൾ വല്ല കേസിലൊക്കെ പ്രതിയായിട്ടുണ്ടാകുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഈ വടക്കൻ കേരളത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊണ്ട് തന്നെയാണ് തുളസീദാസ് വളർന്നു വന്നിട്ടുള്ളത്. അതെ, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കില്ല, വിളക്ക് വെച്ചാൽ സന്ധ്യാനാമം ചൊല്ലില്ല. പിന്നെ ഫുട്ബോൾ കളിയിൽ കമ്പം. ഇതെല്ലാം വടക്കൻ കേരളത്തിലെ ചില സ്വഭാവങ്ങളാണ്. അതൊക്കെ സ്വാമിജിയിലും ഉണ്ടായിരുന്നു. പെലെയെ മനസ്സിൽ ഏറെ ആരാധിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലല്ലേ വളർന്നു വന്നത്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. അല്ല, നമുക്ക് തോന്നുന്നത് ഈ ഒരു നമ്മുടെ ഒരു കുട്ടിക്കാലം, അങ്ങയുടെയൊക്കെ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം അല്ലല്ലോ ഇന്നത്തെ കുട്ടിക്കാലം. അപ്പം അന്ന് വിവരശേഖരണത്തിനായിട്ട് നമുക്ക് പുസ്തകങ്ങളാണ്, പിന്നെ പ്രസംഗങ്ങളാണ്, പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഈ ദാരിദ്ര്യം, രോഗം ഇത്യാദികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയും, അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ദൈവം എന്ന് പറയുന്ന മറുഭാഗത്ത് നിന്നുകൊണ്ട് പറയുമ്പം അതൊരു പരിഹാരമല്ല എന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുകയും, അതേസമയം കുറേയും കൂടെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെയാണ് നമ്മൾ സമൂഹത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരം ദാരിദ്ര്യവും പലതും ഉണ്ടാവുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ചിന്ത ഏതൊരാൾക്കും ഉണ്ടാവുന്നതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരാൾ ഇപ്പം സ്വാമിജി ആയിരിക്കുന്ന സമയത്ത് മനസ്സിൽ എന്നാലും അതിൻ്റെ ഒരു അംശം ഉണ്ടാകുമല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊക്കെ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് അവർ പറയുന്ന മുദ്രാവാക്യം തന്നെ ഒരുപക്ഷെ സ്വാമിജിയുടെ മനസ്സിൽ കിടപ്പുണ്ടാകുമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോഴത്തെ നമ്മൾ ഈ പഴയ ഒരു കമ്മ്യൂണിസവും അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ നോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഈ മതാതീതമായിട്ടുള്ളൊരു ആധ്യാത്മികതയുണ്ട്. അത് ഉപനിഷത്ത് ദർശനങ്ങളൊക്കെ, അത് ഈ ദർശനവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അതിൽ പക്ഷേ നമ്മൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ കൊലപാതകവും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ മുഖമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ. പക്ഷെ അതൊന്നും അല്ലല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിനെ ഒരു ദർശനമായിട്ട് എടുക്കുമ്പോൾ ആ ദർശനവും ഭാരതീയ ദർശനവും തമ്മിൽ എവിടെയൊക്കെയാണ് പൊരുത്തം, എവിടെയൊക്കെയാണ് പൊരുത്തക്കേടുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ദർശനവുമായിട്ട് അതിന് വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പൊരുത്തക്കേടുകളുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ ആളുകൾ തെറ്റായി ധരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭക്തൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ക്ഷേത്ര നടയിൽ അല്ലെങ്കിൽ
എവിടെയെങ്കിലുമൊക്കെ നിന്ന് അവൻ ശരണം വിളിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രങ്ങളെ ചൊല്ലുന്നു, പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്യുന്ന സമയത്തൊക്കെ അവനെ പ്രചോദിപ്പിക്കുന്ന ഒന്നുണ്ട്. ഇതേ പ്രചോദനം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈ പറഞ്ഞ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ പുന്നപ്ര വയലാറ് പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, അവിടെ രക്തപുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യുന്ന സമയത്ത്, ഇൻകുലാബ് വിളിക്കുന്ന സമയത്ത് അവൻ്റെ പൂർവികരെക്കുറിച്ച് ഓർക്കുകയും പാർട്ടിയെക്കുറിച്ച് ഓർക്കുകയും അവർ കഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, അപ്പോൾ അവനെയും പ്രചോദിപ്പിക്കുന്നുണ്ട്. പ്രചോദിപ്പിക്കാൻ ഇത്തരം ബിംബങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ കമ്മ്യൂണിസത്തിന് ഇതിനെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ സമാനതകളുണ്ട് ഒരുപാട്. ഈ SFIയിലും DYFIയിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന്, മണ്ണിൽ നിന്ന് ഒക്കെ അകന്നു പോകുമ്പോൾ തിരുത്തി കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ അങ്ങനെ തിരുത്താൻ പാർട്ടിയുടെ ഉത്തരവാദിത്തം. എന്നാലും ഒരു വടക്കൻ കേരളത്തിലുള്ള ഒരാളാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൽ ഇതിങ്ങനെ കിടപ്പുണ്ട്. അല്ല, അത് നമ്മൾ പല ആളുകളെ പലപ്പോഴും കാണുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ പലരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത് വളരെ തുറന്ന ചർച്ചയിൽ വെക്കണം, ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ജനങ്ങൾക്ക് എന്തോ ഇത്തരം ഒരു ധാരണ, മുൻവിധിയോട് കൂടിയിട്ട് ഉള്ള സമീപനമുണ്ട്, അങ്ങനെ പറയാറുണ്ട്. നമ്മളും ഇപ്പം നോക്കൂ, കേരളം, ബംഗാൾ, ഇവിടെയല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് ദർശനം ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്. ഇവിടെയാണ് ആധ്യാത്മികതയുടെ നല്ല തെളിഞ്ഞ പരിവർത്തനം ഉണ്ടായിട്ടുള്ള ഭൂമി. ഇത് രണ്ടും, ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി ഇങ്ങനെയുള്ളവർ ഉഴുതുമറിച്ചിട്ടതാണ്. വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഈ ആചാര്യന്മാർ കൈക്കൊണ്ടത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ നമ്മൾ പോയി. ആ സ്കൂളിൽ ഈ അയ്യങ്കാളി പഞ്ചമി എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തി ആ സ്കൂള് തന്നെ കത്തിച്ചിട്ട് ആ ഒരു ബെഞ്ച് മാത്രമാണ് ഇപ്പോൾ അവിടെ ശേഷിക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണിത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭൂമി അത്തരത്തിൽ ഉഴുതുമറിച്ചിട്ടതാണ് ഈ രണ്ട് സ്ഥലങ്ങളും. ഇപ്പോൾ ബംഗാളാണെങ്കിലും അതെ, രാമകൃഷ്ണദേവൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ഒക്കെ നല്ല സ്വാധീനം. ആ സ്വാധീനത്തിലാണ് ഇതിന് ഏറ്റവും ആളുകൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ളത്. ഈ തമാശയായിട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതായത് ഈ RC ബുക്ക് കിട്ടാൻ വേണ്ടി ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഏറെ നേരം പ്രാർത്ഥിച്ചു നിന്നതും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംസ്കൃത അധ്യാപികയുടെ ക്ലാസ് അല്ലേ, അതിന് ഒരു ഡിവിഷൻ ഹാൾ വരുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ കുറേ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ആ ക്ലാസ്സിലിരുന്ന് സംസ്കൃതം പഠിച്ചപ്പോൾ അതിനകത്തോടൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും ഈ രണ്ട് കാരണങ്ങൾ തന്നെയാണോ ഈ ഒരു സന്യാസത്തിലേക്ക്? ഇല്ല, സംസ്കൃതം ഈ പറഞ്ഞ പോലെ സംസ്കൃതം പഠിക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണം ഇതാണ്. സ്കൂളിൽ ടീച്ചർക്ക് ഒരു നിലനിൽപ്പ് ആവശ്യമായിട്ട് വരുമ്പം സംസ്കൃതം പഠിക്കാൻ കുറച്ച് കുട്ടികൾ ആവശ്യമാണല്ലോ. അങ്ങനെ ടീച്ചർ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ വിളിച്ച സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് പോയി അതിലിരുന്നു. പക്ഷേ ആ ഭാഷ ചെറുപ്പത്തിൽ തന്നെ മറ്റ് വിഷയങ്ങളെക്കാൾ കുറച്ചുകൂടെ താല്പര്യം അതിനോട് അറിയാതെ വന്നു. എങ്ങനെയാണ് അതിന് കാരണമായതെന്ന് അറിയില്ല. പിന്നീടും സംസ്കൃതം സംസ്കൃതത്തിൻ്റെ മുകളിലേക്ക് പഠിക്കുക എന്നുള്ളത് ഒരു വളരെ രസമായിട്ടുള്ള ഒന്നായിരുന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയിരുന്ന് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, പല പ്രായമുള്ള ആളുകളാണ്. ഞങ്ങൾ സംസ്കൃത ക്ലാസ് തുടർന്നു കൊണ്ടുപോയിട്ടുണ്ട്. അത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോഴും നമ്മുടെ ഈ ഒരു ചിന്ത തന്നെയായിരുന്നു, ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 1996 പഠനം പൂർത്തീകരിക്കുന്നത്, സന്യാസ ദീക്ഷ ലഭിക്കുന്നത്. ഏതാണ്ട് 2 ദശകത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏറെക്കാലം 10 വർഷത്തോളം ചിന്മയ മിഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഭഗവത്ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ലോകം മുഴുവൻ നിനക്ക് പ്രതികൂലമായാലും നിനക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. ഇനി ലോകം മുഴുവൻ നിനക്ക് പ്രതികൂലമായിട്ട് നിന്നു കഴിഞ്ഞാലും നിനക്ക് അനുകൂലമായിട്ട് തന്നെ വരണം എന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശം പറയുന്നുണ്ട്. ആ സന്ദേശം സ്വാമി സന്ദീപാനന്ദഗിരിക്ക് ഏറെ ഉയർച്ച ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഏറെ ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അല്ലേ? ഇതാണല്ലേ അതിനകത്തെ ഒരു ആ സന്ദേശമാണോ കുഴപ്പം സൃഷ്ടിച്ചത്? അല്ലല്ല, അതെ. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. നമ്മളെ സംബന്ധിച്ച്
നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഇവർ ഈ വിവാദങ്ങളൊക്കെ പറയുന്നതിന് നമ്മളുമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പത്രസമ്മേളനം കഴിഞ്ഞ് എഴുന്നേറ്റ് പോരുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത് കൃഷ്ണൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന്. അപ്പോൾ പത്രം അത് എഴുതിയപ്പോൾ കുറേ പേര് അതായത് നമ്മളെ ഇതായിട്ട് എന്താ നമ്മൾ പറയുമല്ലോ സാധാരണ ഭാഷയിൽ തെറി വിളിക്കുകയെന്ന്, അത് ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇവർ കൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ അതിലുദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവർക്ക് എന്താ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ നമ്മളാദ്യം പേരൊന്നും കൊടുക്കാതെ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്നതും ഭഗവത്ഗീത മുന്നിൽ വയ്ക്കുന്നതും ആത്യന്തികമായി മനുഷ്യൻ്റെ നന്മ തന്നെയാണ് എന്നുള്ള ഒരാശയം നമ്മുടെ ആശയം പോലെ നമ്മൾ വളരെ മനഃപൂർവ്വം ചെയ്തതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഗീതയെ അനുകൂലിക്കുന്ന, ഗീതയിൽ കേവലം ഗീതയുടെ ബാഹ്യമായ ശബ്ദത്തിൽ എന്താ പറയുക അഭിമാനം കൊള്ളുകയും അത് ഗീതയാണ് എല്ലാം എന്ന് പറയുന്നവരൊക്കെ ആ പോസ്റ്റിനെ വളരെ നഖശികാന്തം എതിർത്തു. പക്ഷേ എന്നാൽ കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ആളുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ഒരിക്കലും അതിനെ എതിർക്കാനൊന്നും നിൽക്കാതെ പോസിറ്റീവായിട്ടുള്ള കമൻസുകളായിരുന്നു തന്നത്. അപ്പോൾ അവസാനം നമ്മൾ ഒരിത് കൊടുത്തു. 2-3 വേറെയും കുറച്ചുകൂടെ കമൻസുകൾ ഉണ്ടായിരുന്നു. എല്ലാം കമ്മ്യൂണിസത്തിന് വളരെ നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അവസാനം നമ്മൾ അവസാനമാണ് പോസ്റ്റ് ഇട്ടത്. ഇതിൽ ഒന്നും തന്നെ ഒരു വരി പോലും സ്വാമിയുടേതായിട്ടില്ല. ഇത് ഭാരതീയ വിചാര കേന്ദ്ര ഡയറക്ടർ പി പരമേശ്വരൻ്റെ ഇന്ന പുസ്തകത്തിൽ ഇത്രാം പേജിൽ ഇന്നതിലുള്ളതാണ്. അതോടുകൂടി എല്ലാ വിവാദവും നിന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആശയത്തെയാണോ എതിർക്കുന്നത്, അത് പറഞ്ഞ വ്യക്തിയെയാണോ? അപ്പോൾ വ്യക്തിയെയാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ്. ഇവിടെ നമ്മൾ എതിർക്കപ്പെടുന്നത് ഇതാണ്, വ്യക്തികളാണ്. അപ്പം നമ്മൾ ആർക്കോ എന്തോ ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങൾ പറഞ്ഞത് കാരണം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുവെങ്കിൽ അതിനെ വളച്ചൊടിച്ച് എതിർക്കുക എന്നുള്ളത് ഒരു അജണ്ടയാക്കി എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ നമ്മളൊരാളോട് ചോദിച്ചു, പി പരമേശ്വരന് പറയാം, സന്ദീപാനന്ദഗിരിക്ക് പറയാൻ പാടില്ല എന്നാണോ? അതിനൊന്നും ഉത്തരവില്ല. നമ്മളിതിലൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊരു അഭിപ്രായം നമ്മളൊരു പോസ്റ്റ്, നമ്മൾ ആരുടെയൊക്കെ എങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ നമ്മുടേതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഉപനിഷത്ത്, ഗീത, ഇതൊന്നും നമ്മുടെ അല്ല. എന്നതുപോലെ നമ്മൾ വായിച്ച് നമുക്ക് വളരെ സ്വീകാര്യമായി തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായത്തെ ഇട്ടു. ഇതിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് സ്വാമിക്ക് ഇപ്പോൾ ബോധ്യമായിരുന്നു. അല്ലേ, സ്വാമിജിയുടെ ചില അഭിപ്രായങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വരുന്നത് കൊണ്ട് തന്നെയല്ലേ അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. അതെ, അല്ല അതിന് നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ അത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇവിടെ ഹനിക്കപ്പെടുകയല്ലേ. അത് നമുക്കെവിടെയാണ് വളർച്ചയുണ്ടാവുന്നത്? നമുക്ക് ചെഗുവരെയും വിവേകാനന്ദ സ്വാമികളെയും ചെറുപ്പത്തിൽ തന്നെ വലിയ ഇഷ്ടമായിരുന്നു. ചെഗുവരെ ആരാധിക്കുന്ന കൂട്ടത്തിലെ വിവേകാനന്ദ സ്വാമികളെ ആരാധിച്ച് രണ്ടുപേരെയും ഒരുപോലെ എന്താ പറയുക മഹത്വവത്കരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മഹത്വവത്കരിക്കുക എന്നുള്ള വാക്കല്ല, രണ്ടുപേരും ശ്രേഷ്ഠരായിട്ടുള്ള രണ്ടുപേരുടെയും ജീവിതവും രണ്ടുപേരും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിലൊക്കെ നമുക്ക് വളരെ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഇവർ 2 വിരുദ്ധ ചേരിക്കാരാണെന്ന് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ അത് തോന്നാത്തവരുടെ പ്രശ്നമാണ്. ഈ ചെഗ്വേരയും വിവേകാനന്ദ സ്വാമികളെയൊക്കെ അന്ന് ഏറെ പഠിക്കുകയും ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോഴും അങ്ങോട്ട് പ്രതികരിക്കാൻ, ഇങ്ങനെ ഇതിനെയൊക്കെ ഒരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ലേ. ഗീതയ്ക്ക് തന്നെയൊക്കെ പുതിയൊരു വ്യാഖ്യാനം കൊടുക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. പക്ഷേ അതല്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ കമ്മ്യൂണിസം അല്ല, അവിടെ നിന്നുള്ളൊരു ഊർജം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വായിച്ചിട്ടുള്ള കുറേ എന്താ പറയുക, വായിക്കാൻ കുറേ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലുള്ളത് കൊണ്ട് ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗീതയ്ക്കും അതുപോലെ തന്നെ ഇതിഹാസങ്ങൾക്കും ഒക്കെ പുനരാഖ്യാനം വേണമെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ? അതെ. അതിനെ പലരും അംഗീകരിക്കുമോ? ഇല്ല, ഈ വെറുതെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് ഒരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്ന ആൾ ഇത് പറഞ്ഞു, ഡേവിഡ് ഇത് പറഞ്ഞു എന്ന് പറയുമ്പം കുറേ പേർക്ക് വളരെ അപ്പീലിംഗ് ആണ്, കുറേ പേർക്ക്. പക്ഷേ ഈ സാധനം ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാണ്. അപ്പോൾ ഗീതയിൽ, പക്ഷേ ഈ ഓക്സ്ഫോർഡിലെ ആൾ പറഞ്ഞു എന്ന് പറയരുത്. ഇവർ ശടിക്കുന്നത് അതാണ്. അപ്പോൾ അല്ല, ഈ ഓക്സ്ഫോർഡിലെ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് 4 ആൾ അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം?
അവരെ സംബന്ധിച്ച് അതല്ല. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ ജനങ്ങളിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതാണോ, അതോ ഗീതയ്ക്ക് വെറുതെ ഗീത എന്നുള്ള പേരിനെ എങ്ങനെ പറഞ്ഞു നടക്കുകയാണോ, എന്താ നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ പേർക്കും ഗീതയുടെ മൂല്യങ്ങൾ, ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ടു ഈ അടുത്ത ദിവസം, അതായത് ഗണപതി പറയുകയാണ്, ഗണപതിയുടെ കയ്യിലൊരു ഹെൽമെറ്റ് ഉണ്ട്. ഗണപതി പറയുന്നു, എനിക്ക് തല പോയപ്പം മാറ്റി വെച്ചതുപോലെ നിങ്ങൾക്ക് തല പോയാൽ ഉണ്ടാവില്ല, അതുകൊണ്ട് ഹെൽമെറ്റ് നിങ്ങൾ ധരിച്ചോളൂ. കുറേ പേര് കൊണ്ടുപിടിച്ച് തെറിയായിരുന്നു, നിങ്ങളൊരു സന്യാസിയാണോ, നിങ്ങളിത് എന്താന്ന്. ഒരുപാട് പേര് പറഞ്ഞു. സ്വാമിജി അതിനെ ഒരു സ്പിരിച്വൽ വേയിൽ കാണിച്ചു, ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്തായാലും ഗണപതി ചർച്ച ചെയ്യപ്പെടുന്നു. പലരും ചോദിക്കില്ല എങ്ങനെയാണ് ഗണപതിയുടെ തല പോയത്. അപ്പോൾ ആ കഥ പറയുന്നു. ഗണപതി ഒരു ചർച്ചാ വിഷയമാകുകയും ഹെൽമെറ്റ് ഒരു ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരാൾ നല്ല കമൻ്റ് കേട്ടു, കേരളത്തിലെ മിക്ക ബാറുകളും മിക്ക കള്ളുഷാപ്പുകളുടെയൊക്കെ പേരെന്താ, പഞ്ചവടി, അളകാപുരി, മിഥിലാപുരി. ബീഡിയുടെ പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സാധു ബീഡി, യോഗി ബീഡി. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അല്ലെ, കുട്ടിക്കൃഷ്ണമാരാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരിലും ഈ ദുര്യോധനൻ്റെതായ ഒരു അംശം കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അന്ന് ഇവരാരും സ്വാമിജി ജനപ്രിയനായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു എന്നുള്ളതാണല്ലേ. അതെ അതെ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വിവേകാനന്ദ സ്വാമികൾ ഗീത വലിച്ചെറിയാനല്ലേ പറഞ്ഞു, എന്നൊരു ഫുട്ബോൾ എടുക്കാനല്ലേ പറഞ്ഞു. വലിച്ചെറിയൂ ഭഗവത്ഗീത, എടുക്കൂ ഫുട്ബോൾ. കാരിരുമ്പിൻ്റെ മസിലുകളും ഉരുക്കിൻ്റെ ഞരമ്പുകളുള്ള ആൺകുട്ടികളെയാണ് എനിക്ക് രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യം എന്ന് പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളാണ്. പക്ഷേ ഇങ്ങനെ പറയാനുള്ളൊരു ആർജവം കാണിച്ചത് കൊണ്ടായിരിക്കാം ചിന്മയ മിഷൻ വിടേണ്ടി വന്നതല്ലേ. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതെ, മിഷനിൽ ഈ ആശയപരമായിട്ടുള്ള, അതായത് ഒരു സമ്പ്രദായത്തിൻ്റെ വഴിയിൽ ഇദ്ദേഹം പോകുന്നില്ല എന്ന് ചിലർക്കൊക്കെ തോന്നുന്നു. പക്ഷേ സമ്പ്രദായത്തിൻ്റെ വഴിയല്ല ചിന്മയാനന്ദ സ്വാമികൾ. ചിന്മയാനന്ദ സ്വാമികൾ ഒരു എല്ലാ സമ്പ്രദായത്തെയും അതിവർത്തിച്ച ആളാണ്. ഒരുപക്ഷെ ചിന്മയാനന്ദജി ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാമിജിക്ക് അവിടെ വിട്ട് വരേണ്ടി വരുമായിരുന്നു. ഒരിക്കലും ഇല്ല, ചിന്മയ മിഷനിൽ തന്നെയായിരിക്കും. അപ്പം ഒരുപക്ഷെ പുറത്തു വന്നതുകൊണ്ട് ഒന്നുകൂടി സ്വതന്ത്രവും ആർജവത്തോടുകൂടി പറയാനുമായിട്ട് സാധിച്ചായിരിക്കും. അതെ, സ്വാമിജിയെ ഒന്നുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കുറേയും കൂടെ സ്വാമിജിയായിട്ട് അടുപ്പമുണ്ടാകുന്നത് പുറത്തിരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് സ്വാമിജി ഈ ആൾ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അത് ഏറെ വിവാദവും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയല്ലേ. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പം എന്തിന് ഈ വസ്ത്രം അണിഞ്ഞു, എന്തിന് ഈ മാർഗത്തിൽ തുടരുന്നു, എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രത്തെ, ഭഗവത്ഗീത, ഉപനിഷത്ത് ഇതുപോലുള്ള ശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ജനങ്ങളിൽ നിന്ന് മാറ്റി ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തെ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭാരതീയമല്ലാത്തതിനെ ഭാരതീയമല്ല എന്ന് പറയാൻ നമ്മളത് മടി കൂടാതെ പറയുന്നു. ഇപ്പോൾ വരി നിന്ന് കെട്ടിപ്പിടിക്കലാണ് ആധ്യാത്മികത എന്ന് ഇപ്പോഴത്തെ പുതിയ വ്യാഖ്യാനമാണ്. ഇത് ആരാ ഇവിടെ ചെയ്തത്? ഏത് ഋഷിയുണ്ട് ഇങ്ങനെ? ഏത് ഗുരുവുണ്ട്? ഏത് ഗുരുവാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? കുറേ അണികളെങ്ങനെ വരി നിർത്തി ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് ഒളിമ്പിക്കിലൊരു മത്സരം വെച്ചാൽ ചിലപ്പം സ്വർണ്ണ സമ്മാനം കിട്ടുമായിരിക്കാം. വരി നിന്ന് കെട്ടിപ്പിടിച്ചാൽ, അല്ലെങ്കിൽ ഒരാളെ കെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതാണോ ആധ്യാത്മികത? അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് എന്താണ് ആധ്യാത്മികത? അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു ആധ്യാത്മിക സംഘടനയാണെങ്കിൽ ആ ആധ്യാത്മിക സംഘടന അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ യജ്ഞശാലയിലേക്ക് ചൂലും ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മളെ ഉപരോധിച്ചതാ. ഇത് ആധ്യാത്മിക സംഘടനയുടെ രീതിയാണോ? അല്ലല്ലോ. ആധ്യാത്മികതയിൽ എന്താ പറയുന്നത്? ആധ്യാത്മികതയുടെ രീതി നമ്മൾ കാണിച്ചു. നമ്മൾ അവിടെ ഇരുന്നു, അവർ നമ്മളെ തെറി വിളിക്കുമ്പോഴും നമ്മളവിടെ ഇരുന്ന് നമശിവായ ജപിച്ചു, ആളുകളോടും പറഞ്ഞു. നമ്മളവിടുന്ന് അനങ്ങിയിട്ടില്ല, ഒരാളോട് എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് നമ്മളെ 20ഓളം പേര് തല്ലുന്ന സമയത്തും നമ്മൾ ചെയ്തത്. ഒരു പീക്കിരി പയ്യനെ നമുക്ക് ചുഴറ്റിയെറിയാൻ പാകത്തിന് നമ്മുടെ ആരോഗ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എടുത്തെറിയാൻ പറ്റും. കാരണം നമ്മൾ ഈ കൈലാസവും ഹിമാലയം ഇവിടെയൊക്കെ ഈ മൃത്യുവിൻ്റെ അടുത്തുകൂടെ പോകുന്ന ആളാണ്. ഇപ്പോഴും പോലും ഞങ്ങൾ പോയി വന്നപ്പം ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് മരണഭയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്തത് എന്താ? അവരേക്ക് നേരെ പ്രതിരോധിക്കാനൊന്നും നമ്മൾ നിന്നിട്ടില്ല. നമ്മളതിനെ ഏറ്റുവാങ്ങുക ചെയ്ത്. ഇതാണ് ആധ്യാത്മികത.
ഇതാണ് ആധ്യാത്മികത. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് നോക്കുമ്പം ആ ആധ്യാത്മികതയിൽ നിന്ന് നമ്മൾ ഒരു അണുവിട ഇളകിയിട്ടില്ല എന്നുള്ള അവസരങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നു. നമുക്ക് കിട്ടിയത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ എത്രമാത്രം നമ്മൾ മാറി. അങ്ങ് തുടക്കത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞ ഒരു തുളസീദാസിനായിരുന്നു ഈ അടി കിട്ടിയതെങ്കിൽ അതിൽ 1-2 പേരെ നമ്മളും ഈ അടിയും കൊടുക്കുകയും മേടിക്കുകയും ഒക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ആരോപിക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു മറുവശം കൂടി നമ്മൾ ആലോചിക്കേണ്ടല്ലേ. അവിടെ നിന്നുണ്ടാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളില്ലേ, അത് നമുക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ആ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ അതിലാണല്ലോ നമ്മളൊരു ഒരു 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 വിവാദം, തുടർന്ന് വിവാദം അതിനോട് ചേർത്ത് പറഞ്ഞതുകൊണ്ട്. കാരണം ഹാജി മസ്താൻ ചെയ്യുന്നു, ദാവൂദ് ഇബ്രാഹിം ചെയ്യുന്നു, അങ്ങനെയുള്ള ക്രിമിനൽസായിട്ടുള്ള മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ്, രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് അവരുടേതായിട്ടുള്ള താവളങ്ങൾ ഉറപ്പിക്കുന്നതിന് അവർ ഇത്തരം ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് പലതും. ചാരിറ്റി ആധ്യാത്മികതയും രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മളും കളക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ നേരിട്ടുള്ള സ്രോതസ്സിന്, നേരിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇതിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് നമ്മളായിട്ട് ചെയ്യാൻ പോകാറില്ല. നമ്മുടെ ജോലി അതല്ല. അവർ കക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പറയാൻ നമ്മളാരാണ്? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ സമാന്തര ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് അതാണ്, ഒരു സമാന്തരമായ സർക്കാർ സംവിധാനത്തെ സൃഷ്ടിക്കുന്നു. അത് രാജ്യത്തിന് ആത്യന്തികമായിട്ട് അപകടമാണ്. അത് ഗവൺമെൻറ്റിനെ നിഷ്ക്രിയമാക്കുന്നതാണ്. അതല്ലേ നമ്മൾ സദാചാര പോലീസ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ, റോഡ് നിർമ്മാണമാണെങ്കിലും പാലം നിർമ്മാണമാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലോ, ഇവിടുത്തെ പാലത്തിന് വേണ്ടി നമ്മൾ വിരിവ് തുടങ്ങിയാൽ അത് ഗവൺമെൻറ്റിനെ നിഷ്ക്രിയമാക്കുന്നതാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ആധ്യാത്മിക ആചാര്യന്മാർ ഭരിക്കുന്നവർക്ക് എപ്പോഴും ഉപദേശിക്കുന്നവരായിരുന്നു. അവർ ഭരണം ഏറ്റെടുക്കുന്നവരല്ല. അവർ നല്ല ഭരണത്തിനായിക്കൊണ്ട് അവർക്ക് പ്രേരണ നൽകുന്നവരാണ്, പ്രേരിപ്പിക്കുന്നവരാണ്. അവരത് ചെയ്യുന്നവരല്ല. ഈ കേരളത്തിൽ ഭക്തന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നിട്ടാണോ സ്വാമിജിയുടെ അടുക്കൽ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി വെച്ച് പുലർത്തുന്നത്, ഇങ്ങനെയുള്ള അഭിപ്രായം പുറപ്പെടുവിക്കുമ്പോൾ? ഏത് ഭക്തന്മാർ? അമ്പല വിശ്വാസികൾ. അതെ, അത് എണ്ണം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കാം. അതൊന്നും നമ്മൾ കണക്കാക്കാറില്ല. പക്ഷേ നമ്മളെ ഒരു കൂട്ടർ ഇങ്ങനെ പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന, സമാധാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളാരെയും ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ മക്കൾ എന്നൊന്നും പറഞ്ഞ് നമ്മളാരെയും വളർത്തുന്നുമില്ല, അവരെ സംരക്ഷിക്കുന്നില്ല. നമ്മളിപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്ക് സ്ഥലങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു. നമ്മൾ ഒരു ഇത്തരം കടകളിലൊക്കെ പോകുന്നു ഒറ്റയ്ക്ക്. ചിലരൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അല്ല, സ്വാമി ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുതേ, സ്വാമിക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ എന്ന്. നമ്മൾ ചോദിച്ചു, നിങ്ങൾ നമ്മുടെ ശത്രു ആണോ? അല്ല, സ്വാമി എന്ന് പറഞ്ഞാൽ അപ്പോൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നവരെന്നാണ്. അതെ. അല്ല, അങ്ങനെയാണ് പലരുടെയും ധാരണ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമ്മൾ പലതും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. MT തന്നെ ഈ ഒരു വിഷയത്തിൽ ചോദിച്ച അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട്, ഇനിയൊരു നിർമ്മാല്യം എനിക്ക് എടുക്കാൻ പറ്റില്ല സ്വാമി, നിർമ്മാല്യം ടെലികാസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ് എന്ന്. അപ്പോൾ അത്രയും മാറിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ആധ്യാത്മികമായ അറിവ് അല്ലെങ്കിൽ ഈ വകതിരിവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഇങ്ങനെയുള്ള സാംസ്കാരിക നായകന്മാരുടെയൊക്കെ അഭിപ്രായം. ഈ കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, ഭക്തന്മാരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ സന്യാസിമാരോടുള്ള ഒരു ബഹുമാനമില്ലാതെ വരുന്നുണ്ടല്ലേ? അല്ല, ബഹുമാനിക്കുന്നവരും ബഹുമാനിക്കാത്തവരും രണ്ടുണ്ട്. അല്ല, ക്ഷേത്രങ്ങളിൽ പോയി 2 നേരമോ അല്ലെങ്കിൽ 3 നേരവും ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ ഉണ്ട്. അവർ കേരളത്തിൽ സന്യാസിമാരെ ആദരിക്കുന്നില്ല, അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥയില്ല പലപ്പോഴും. നമ്മളെന്ന വ്യക്തിയെ ആദരിക്കുക, അംഗീകരിക്കണം എന്നില്ല, നമ്മളൊരിക്കലും അത് പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ സ്ക്രിപ്റ്റേഴ്സിൽ, ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. കാരണം ഇവരുടെയൊക്കെ ചിലരുടെ മുന്നിൽ കുമ്പിടുന്നുണ്ട്, ചിലരെ ഇവർ നമസ്കരിക്കുന്നുണ്ട്, ചിലർ വരുമ്പോൾ എന്താ പറയുക ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് താൻ വിനയാന്വിതനാകേണ്ടത്, എവിടെ തൻ്റെ ശിരസ് നമിക്കപ്പെടേണ്ടതുണ്ട്, അവിടെയല്ല ഇവരത് ചെയ്യുന്നത്. ഇവർ തെറ്റായ കേന്ദ്രങ്ങളിലാണ്,
തെറ്റായ സ്ഥലങ്ങളിലാണ്. അത് നമ്മൾ ശക്തമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര കാലം വിശ്വസിച്ചിരുന്നതും ഞാൻ ഇത്ര കാലം വീട്ടിൽ വെച്ചിരുന്ന ഈ ഫോട്ടോ ഒക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് അറിയുമ്പം ഒരു വല്ലാത്തൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഈ അസ്വസ്ഥതയെ അവനെ അതിജീവിക്കാൻ അവൻ ചെയ്യുന്നത് ഇതാരാണോ പറഞ്ഞ അവനെ എതിർക്കുക എന്നുള്ളതാണ്. ഇതാണ് വരുന്നത്. ജനകൻ ഇത് വളരെ നന്നായി പറയുന്ന, ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് പലരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് അതിജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. അതിന് പകരമാണ് അവർ മറ്റ് കലാപരിപാടികളിലേക്ക്, ഇത്തരത്തിലുള്ള ഉപരോധങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരുന്നത്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നോക്കൂ, അപ്പോൾ ആരെയാണ് നമ്മൾ എതിർക്കുന്നത്? നിയമം എന്ന് പറയുന്ന, സത്യം എന്ന് പറയുന്ന പരമോന്നതമായിട്ടുള്ള കോടതിയെ. അപ്പോൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഈ മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പിൽക്കാലങ്ങളിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലേ? അതെ അതെ, മഹാഭാരതം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അത് പഴയ കുറച്ച് പേര് അടികൂടിയത് കേസല്ല. നമ്മളതാണ് ചോദിക്കുന്നത്. നമ്മൾ വളരെ പച്ചയ്ക്ക് ആളുകളോട്, കേരളത്തിലെ പല സോളാർ വിവാദം, ഭൂമി വിവാദം, ഇങ്ങനെ കുറേ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു വിവാദത്തിൻ്റെ കഥ ചുരുക്കി എഴുതിയാൽ ഏകദേശം മഹാഭാരതം പോലെ ഉണ്ടാവും. അതിലുമുണ്ട് ഒരു സ്ത്രീ, ആ സ്ത്രീയെ ചുറ്റിപ്പറ്റി, അതുപോലെ കുറേ ഭൂമി ഇടപാട്. ഇതൊക്കെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഭൂമി ഇടപാടൊക്കെ തന്നെയാണല്ലോ. അങ്ങനെ ഒരു ഭൂമി ഇടപാടിൻ്റെ ഒരു കേസാണ്. ഒരു മീഡിയേറ്ററായിട്ട് നിന്ന ഒരാളാണ് ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത്. അതല്ല അതെന്ന് മഹാഭാരതത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരാൾ നന്നായി മനനം ചെയ്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി അത് പറയുന്ന സമയത്ത് വേറെ എവിടെയൊക്കെയോ ഇതിന് കച്ചവടം നഷ്ടപ്പെടുന്നുണ്ട്, സ്ഥാപിത താത്പര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഇവരെ എതിർക്കാൻ ഇതിന് കാരണമാകുന്നത്, പ്രകോപിതരാക്കുന്ന കാര്യം. അത് അവർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചത്. എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല? ഒരു ചർച്ചയ്ക്ക് വരട്ടെ. ഇതിപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ആഗമൻ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിജിയൊക്കെ പറഞ്ഞതുപോലും ഇന്ന് പറയാൻ പറ്റില്ല നമുക്ക്. രാവണൻ 10 തലയോടുകൂടി ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ എന്താ പറയുക, യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഡെലിവറി എന്നാണ് സ്വാമിജി അതിന് പറയുന്നത്. പിന്നെ ഭൂമി കിളയ്ക്കുമ്പോഴായിരുന്നു സീതയെ കിട്ടിയതെങ്കിൽ ഭാരതത്തിൽ കൃഷിപ്പണി പണ്ടേ നിന്നേനെ. ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, രാമസേവകന്മാർ, രാമസേനന്നോ എന്തൊക്കെയോ സേനയുണ്ട്. ഈ സേന നമ്മളെ വന്ന് അടിക്കും. ചിന്മയാനന്ദ സ്വാമിജി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തിന് ദൈവനിരാകരണം എന്ന് പറയുന്ന നമ്മുടെ യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട്, രാമ ഈ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ തട്ടിപ്പാണെന്നാ. ദൈവനിരാകരണം എന്ന് പറഞ്ഞൊരു കുറച്ച് പ്രകരണങ്ങൾ തന്നെയുണ്ട്. ദൈവം എന്ന് പറയുന്നവൻ അലസൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളൊരു വാക്കാണ്. അത് പഠിപ്പിക്കുകയാണ് രാമനെ. പഠിപ്പിച്ച് അവനിലെ സാധ്യതയെ വളരെ ഉറപ്പിക്കുകയാണ്. ആ ഉറപ്പിക്കുന്നിടത്ത് മറ്റുള്ളതിനെയൊക്കെ മാറ്റി നിർത്തുകയാണ്. അപ്പം നമ്മൾ അത് ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറയുമ്പം എവിടെയോ നമ്മളൊരു പ്രതീക്ഷ വയ്ക്കുകയാണ്. ആ പ്രതീക്ഷയിൽ നമ്മൾ അർപ്പിക്കുകയും നമ്മൾ വീണ്ടും അലസനാവുകയും ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നുള്ളതിലേക്കും എൻ്റെ സാധ്യതയിലേക്കും എന്നെ എന്നെ ഉണർത്തേണ്ട സമയത്ത് ബാഹ്യമായിട്ടുള്ളതിനെ മുഴുവൻ മാറ്റണം. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ധർമ്മം അതാണ്. ഗീതയിൽ അർജുനനെ കൃഷ്ണൻ ചെയ്തതും അതാണ്. അർജുനൻ്റെ സാധ്യതയെ ഉണർത്തുക എന്നുള്ളത്. രാമൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. സ്വാമിജി ഭഗവത്ഗീതയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതും കൂടുതൽ വ്യാഖ്യാനം നൽകുന്നതും അല്ലേ? അത് അതിനകത്തൊരു ധാരാളം വ്യാഖ്യാന സാധ്യതകൾ കാണുന്നത് കൊണ്ടാണോ, അതോ കാലാനുസൃതമായിട്ട് ഇതിനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണോ? മാത്രമല്ല, സ്വാമിജി ഏറ്റവും കൂടുതൽ ഗീതയെ ഫോക്കസ് ചെയ്തു. ചിന്മയ മിഷൻ ഫോക്കസ് ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്, ഉപനിഷത്തുകളും. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൽ കൂടുതൽ. പക്ഷേ ഇപ്പം നമുക്ക് ഭാഗവതത്തിൽ ഈ കഥ, നമ്മളെ സംബന്ധിച്ച് ഈ ഹിന്ദു ധർമ്മത്തിൽ ഈ കഥകളൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകെ കൂടെ ആളുകൾക്ക് ഈ എന്താ പറയുക, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് കരുതുന്നത് കൃഷ്ണൻ്റെയും രാമൻ്റെയും കഥകളാണ്. ഈ കഥകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു ചെറിയ കുട്ടി ഒരമ്മൂമ്മയോട് ചോദിച്ചാൽ, ഞാൻ എന്തിനാ അമ്മൂമ്മയെ കൃഷ്ണനെ ഭജിക്കുന്നത്? കൃഷ്ണൻ ഒരു ടെററിസ്റ്റാണ്.
കാരണം കൃഷ്ണൻ ഈ ജരാസന്ധൻ എന്നൊക്കെ പറയുന്ന ആളെ കാല് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാലിങ്ങനെ പൊളിച്ചെടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഭീമനോട് ഐഡിയ പറഞ്ഞു കൊടുത്ത ആളാണ്. അപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ കൃഷ്ണൻ കില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേർഷിപ്പ് ചെയ്യേണ്ട ആളല്ല. അമ്മൂമ്മ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ഇങ്ങനെ ചെയ്യുമോ? അപ്പോൾ കൃഷ്ണൻ അങ്ങനെ ഒരു ഗോഡായിരുന്നു എങ്കിൽ കൃഷ്ണൻ ഇവരെയൊക്കെ വിളിച്ച് ഉപദേശിച്ചാൽ പോരെ, അവരൊക്കെ നന്നാവില്ലേ? കൃഷ്ണൻ അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ എന്ന് ഇപ്പോഴത്തെ 3Gകൾ ചോദിക്കുന്നു, പുതിയ കുട്ടികൾ ചോദിക്കുന്നു. അപ്പോൾ ഈ അമ്മൂമ്മ പറയാണ് ഇവന് എന്തോ കുഴപ്പമുണ്ട് എന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെയാണോ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ആ കഥയിൽ തന്നെ ഈ തത്വങ്ങളെയാണ് എങ്ങനെയാണോ ന്യൂട്ടൺ ഭൂഗുരുത്വ ആകർഷണ ബല സിദ്ധാന്തം ലോകത്തോട് പറയുമ്പം താൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു സന്ദർഭത്തെ, ഒരു സാഹചര്യത്തെ ഒരു കഥയായിട്ട് ആപ്പിളിൻ്റെ ചുവട്ടിലിരുന്നപ്പം വീണു എന്ന് പറയുന്ന ഒരു കഥാസന്ദർഭം ആ തിയറിയിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷനാണ്. തിയറി ആപ്പിൾ താഴെ വീണതല്ല, തിയറി വേറെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ആപ്പിൾ താഴെ വീണതാ തിയറി. അപ്പം നമ്മൾ പറയുകയാണ് ആപ്പിൾ താഴെ വീണതല്ല തിയറി, തിയറി വേറെ ഇരിക്കുന്നുണ്ട്. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു എന്നുള്ളൊരു തിയറി ഉണ്ട്. പക്ഷേ ഇവർക്ക് ആപ്പിൾ തന്നെ താഴെ വീഴണം, വേറെ നാളികേരം പോലും വീണാൽ പോരാ. അപ്പോൾ ഈ ഗീതയുടെ കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ പുത്തൻ തലമുറയിലേക്ക് അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗീത എന്നുള്ള ഒരു ആശയം സ്വാമിജി മുമ്പോട്ട്? അതെ 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 അതെ. ഗീത അറിയാലോ, സ്വതന്ത്ര ഭാരത്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഗാന്ധിജി മാത്രമല്ലല്ലോ ആരാ ഗീതയിൽ പ്രചോദനം ഉൾക്കൊള്ളാത്തത്? ഗാന്ധിജി, തിലകൻ, പട്ടേൽ, നേതാജി, വിനോബാജി, എല്ലാവരും. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഗീത വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജയിലിലാണ്. വിനോബാജിയുടെ ഗീതാരഹസ്യവും ഗാന്ധിജിയുടെ അനാസക്തി യോഗവും പ്രഭാഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ജയിലിലാണ്. ഈവൻ മൃഡാനന്ദ സ്വാമികൾ, രാമകൃഷ്ണ മിഷൻ്റെ മൃഡാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയണ്ടേ, സ്വാമിജി ഇന്നില്ല, സ്വാമിജി പറയാം ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത് ജയിലിലാണ് ഗീത. ഇതൊരു ഹൈന്ദവ ഗ്രന്ഥമല്ല എന്ന് സ്വാമിജി പറയുന്നുണ്ടല്ലേ? ഒരിക്കലും അല്ല, ഒരു മതഗ്രന്ഥമേ അല്ല ഗീത. അങ്ങനെ പറയുമ്പോഴും എതിർപ്പ് നേരിടേണ്ടി വരത്തില്ലേ? അല്ല, അത് ഈ അറിവില്ലാത്തവർ ഈ പറയതല്ലേ. അപ്പം നമ്മൾ ചോദിക്കുക, കോടതിക്ക് മുമ്പിൽ അഭിഭാഷകരല്ലേ ഉപരോധം സൃഷ്ടിച്ചത്? എന്തൊരു വിരോധാഭാസമാണ്. കോടതിക്ക് മുൻപിൽ ജാമ്യം കിട്ടിയില്ല എന്നുള്ള പേരിൽ കോടതിക്ക് മുൻപിൽ ഉപരോധിക്കുന്ന എന്താ പറയുക അഭിഭാഷകരെ നമ്മൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ബാംഗ്ലൂരിൽ കാണുമ്പോൾ അതേപോലെ തന്നെയാണ്. ഇതൊക്കെ ഒരു ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അല്ലാതെ ഇതിനെ ശാസ്ത്രീയമായി പഠിക്കുകയെ എന്താണ് പറഞ്ഞതെന്ന് മതഗ്രന്ഥം എങ്ങനെയാവുന്നത്? ഗീത മതഗ്രന്ഥം അല്ല, ഒരിക്കലും അല്ല. ഗീത മതഗ്രന്ഥമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ അഭിപ്രായം മാത്രമല്ല, ഒരാൾക്കും ഗീത മതഗ്രന്ഥമാണെന്ന് പറയാൻ പറ്റില്ല. എവിടെയോ ഒരിക്കൽ സ്വാമിജി പറയുകയുണ്ടായി ഈ ഹിന്ദുമതം ഒരു ഭീഷണിയെ നേരിടുന്നില്ല എന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിടുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റുമോ? ഇത്തരം ഇത്തരം ആൾ ദൈവങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ഈ പറഞ്ഞതൊക്കെയാണ് ഹിന്ദുയിസം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സമയത്ത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഗെയിൽ ത്രെഡ്വെല് പറഞ്ഞു വെച്ച ഒന്നുണ്ട്, ഈ ഗുരു ശിഷ്യ പാരസ്പര്യം, ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞ് ഇന്ത്യ കൊട്ടിഘോഷിക്കുന്ന അത് ശുദ്ധ പൊള്ളത്തരവും ശുദ്ധ എന്താ പറയുക മണ്ടത്തരവുമാണെന്ന്. അത് ഭയങ്കര ഒരു ഡാമേജാണത്. ബാക്കിയൊന്നുമല്ല നമ്മൾ ഡാമേജായിട്ട് കാണുന്നത്. അത് പാശ്ചാത്യ ലോകത്തോട് പറയുമ്പം നമ്മുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. ഇവിടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നുണ്ട്, ഗുരു ശിഷ്യ പാരസ്പര്യം. അങ്ങനെ പറയുന്ന കാരണം അവർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പലരും അങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗാന്ധിജി ഹരിദ്വാറിൽ വെച്ച് ഈ സന്യാസിമാരെ സംബോധന ചെയ്തിട്ടുണ്ട്. അതെ. ഇന്ന് ആരെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഒരു രാജ്യത്തിലുള്ള നേതാക്കന്മാരാരെങ്കിലും സന്യാസിമാരെ സംബോധന ചെയ്യാൻ തയ്യാറാകും? അപ്പോൾ നരേന്ദ്രമോദിക്ക് പറ്റുമായിരിക്കാം, ചോദ്യം ചെയ്യാൻ പറ്റാത്ത. അദ്ദേഹം ചെയ്യും. അദ്ദേഹം നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ വന്നവരോട് മര്യാദയ്ക്ക് പോയി പണിയെടുക്കാനാണ് പറഞ്ഞത്. ഇവർ വിചാരിച്ചത് അദ്ദേഹത്തിനെ നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുന്ന. അദ്ദേഹം പണിയെടുക്കാൻ, ജോലി ചെയ്യാനാണ് പറഞ്ഞത്. അദ്ദേഹം മാതൃക കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ പോയിട്ട് ആദ്യം നമസ്കരിച്ചു, പാർലമെൻറ്റിനെ നമസ്കരിച്ചുകൊണ്ട് കയറി മാതൃക കാണിച്ചു. അതേസമയം അദ്ദേഹം വേറെ നിങ്ങളൊക്കെ ഇത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കാം, അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിഷൻ ഉണ്ട്. കാരണം ഇത് ഇന്നതാണ്. ഭഗവത്ഗീത ആർക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ളതല്ല, അവനവനിലെ സാധ്യതകളെ ഉണർത്താനുള്ളതാണ്.
അത് സമാധാനത്തിൻ്റെ സന്ദേശമാണ് എന്ന് സന്യാസിമാരോട് പറയാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ഇദ്ദേഹമേ ഉള്ളൂ. വേറെ ആര് പറഞ്ഞാലും അടി കിട്ടും. കാരണം ഈ അടിക്കേണ്ട ആൾക്കാർ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് നമ്മൾ നോക്കണേ. സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ ഇനി സ്വാമിജി ഒരു BJP-കാരനോ ഒരു RSS-കാരനോ ആയിട്ടോ ചിത്രീകരിക്കുമോ? അല്ല, അത് നമുക്കൊരു വിഷയമല്ല. നമുക്ക് മോദിയോട് കടുത്ത ആരാധനയുള്ള ഒരാളാണ്. മോദി വലിയൊരു വിഷണറിയാണ്. മോദിയെ നമ്മൾ RSS-കാരനായിട്ടോ BJP-കാരനായിട്ടോ അല്ല കാണുന്നത്. ഒരു കമ്മ്യൂണിസം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഭാവവും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നർത്ഥം. അതെ. ആത്യന്തികമായി ഒരു സന്യാസിക്ക് ശത്രുക്കളും മിത്രങ്ങളും എന്ന് പറയാൻ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ശ്രമമൊന്നുമില്ല. ഇല്ല. നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല ഇതിപ്പോൾ നമുക്ക് തുറന്നു തന്നിട്ടുള്ള ഈ ചൈനയോട് പറഞ്ഞിട്ടുള്ള നതാൽ പാസ് എന്ന് പറയുന്ന ഒരു വഴി, അതൊരു ഭയങ്കര ഒരു ബുദ്ധിയുടെ ഒരു ഇതാണത്. അവിടെ നിന്ന് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തിബറ്റിലേക്ക് യാത്ര ചെയ്യുമ്പം ഇന്ത്യയുടെ അതിർത്തി വളരെ ഇതാവുകയാണ്. ചൈനയ്ക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മളെ സുരക്ഷിതമാക്കുന്ന ഒരു ബോർഡറാണത്. അവിടെ നിന്ന് അതിലേക്ക് അങ്ങോട്ടേക്ക് പിടിക്കുന്ന സമയത്ത് അതുപോലെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, പുതിയ നയങ്ങൾ, ഇതൊക്കെ വളരെ കാലമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള പലതുമാണ്. പ്രത്യേകിച്ച് കൈലാസ യാത്രയൊക്കെ ഇനി നമുക്ക് 6 ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരിതാണ്. ഇന്ത്യക്കാരൻ്റെ വലിയൊരു സ്വപ്നമാണത്. ഈ ഗീത നന്നായി പഠിച്ച് അതിന് വ്യാഖ്യാനമൊക്കെ നൽകി പലയിടങ്ങളിലും സ്വാമിജി അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വാമിജിയുടെ മനസ്സിൽ ചില കഥകൾ തന്നെ ഉണ്ട്. സ്വാമിജി പറയാറുണ്ട്, ഈ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ പറ്റിയ മാധ്യമം സിനിമയാണെന്ന്. അങ്ങനെ ചില പദ്ധതികൾ സ്വാമിജി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ സിനിമയിലേക്കും സ്വാമിജി കടന്നു വരും, അല്ലേ? തീർച്ചയായിട്ടും. അത് കുറേ കാലമായിട്ട് പറയുന്നതാണ്. അതെ. നല്ല സൗഹൃദങ്ങളും ആ മേഖലയിൽ വളരെ ഗൗരവമേറിയ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. MT ആയിട്ട്, അതുപോലെ ഷാജി N കരുൺ, അങ്ങനെ നല്ല ചർച്ചകൾ, സന്തോഷ് ശിവൻ, ഇവരൊക്കെ ആയിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ച നടന്ന് അതിങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ചെയ്യും. സ്വാമിജി കഥ നൽകുമോ അതോ അഭിനയിക്കുമോ? അയ്യോ, അഭിനയമില്ല. ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അതിൻ്റെ കോറായിട്ടുള്ള കാര്യം അത് പ്രസൻറ്റ് ചെയ്യാൻ എത്രയോ ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീത വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഗീത പോലെയല്ല. അതിപ്പോൾ ഗീതയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടവർ ചിലപ്പോൾ നമ്മളെ വീണ്ടും ഈ പറഞ്ഞതുപോലെ പറയും. ഇപ്പോൾ പീസ്ഫുൾ വാരിയർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള മൂവിയാണ്. ഒരു 5-6 വർഷം 6-7 വർഷം പഴക്കമുള്ളൊരു സിനിമയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കഥയാണ്. ചെറുപ്പക്കാരൻ ജിംനാസ്റ്റിക്കാണ്. അയാൾ തകർന്ന് വീഴുന്നതും പിന്നെ അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവൻ വിന്നറാവുന്ന വളരെ രസമായിട്ടുള്ള, അവർ റിയൽ സ്റ്റോറി എന്നാണ് പറയുന്നത്, പക്ഷേ ഗീതയാണ്. അതിൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഒരു ഇദ്ദേഹത്തിനൊരു ഫ്രണ്ടായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആ ഫ്രണ്ട് ഇയാളെ ഗൈഡ് ചെയ്യുന്നു. അവസാനം ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ആൾ, അയാൾ ശരിക്കുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ വളരെ സിംബോളിക്കായിട്ട് ഇവരിരുന്ന് സംസാരിക്കുന്നത്, ഒരു രഥത്തിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതാണെങ്കിൽ ഇവരിരുന്ന് സംസാരിക്കുന്നത് ഒരാൾ ബോണറ്റിൻ്റെ മുകളിലും മറ്റേയാളും മുകളിൽ കയറിയിരുന്നത് കാറിലാണ്. മറ്റേയാൾ കാറിൻ്റെ ടോപ്പിലിരിക്കുന്നു, ഇയാൾ താഴെ ബോണറ്റിലിരിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഫിലോസഫി പറയുകയാണ്. അത് നമ്മളതിന് രഥം വേണം, കൃഷ്ണൻ കാപ്പ് കെട്ടണം, കിരീടം വെക്കണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകാരികൾ. ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പൂജിക്കുന്ന സരസ്വതിയും ദേവിയും ഇതിൽ ബഹുഭൂരിപക്ഷവും രവിവർമ്മ മോഡലുകളെ ഇരുത്തി വരച്ചതാന്നുള്ള കാര്യം പോലും ഇവർക്കറിയില്ല. എന്ത് കണ്ടിട്ടാണ് ഇവരിതൊക്കെ പറയുന്നത്? വാസ്തവത്തിൽ ഇവർക്ക് ഒരറിവും ഇല്ല. ഇതൊക്കെ ഓരോ കാലത്തുണ്ടായ ചിത്രകാരന്മാർ വരച്ചു വെച്ചതാണ്, കൃഷ്ണനും രാമനും ഒക്കെ. പക്ഷെ അതിനപ്പുറത്താണല്ലോ ഋഷി രാമനെയും കൃഷ്ണനെയും സരസ്വതിയെയും ഒക്കെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് രവിവർമ്മ വരച്ച സരസ്വതിയും ഗഫൂർ വരച്ച സരസ്വതിയും രണ്ടും കണക്കാണ്. അല്ലെ, അരവിന്ദന്റെ കാഞ്ചന സീത സിനിമ വന്നപ്പോൾ തന്നെ സീത എവിടെയെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പ്രശ്നമായി. സീത എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടൊന്നും ആളുകൾക്ക് മനസ്സിലാവും. സ്വാമിജിയുടെ സിനിമ വരുമ്പോഴും ഇവിടെ ഒരു ചെറിയൊരു ചലനം ഉണ്ടാക്കും. അതുണ്ടാവും. സ്വാമിജിയുടെ മാഗസിനിലും സിനിമയ്ക്കായാലും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സിനിമ വളരെ ശക്തമായിട്ടുള്ളൊരു മീഡിയമാണ്. സിനിമ മനുഷ്യ ജീവിതത്തെ ഗീതയേക്കാൾ സാധാരണക്കാരനെ സ്വാധീനിക്കുന്നത് സിനിമയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സ്പിരിറ്റൊക്കെ ഒരുപാട് പേരെ സ്വാധീനിക്കുകയും ജീവിതത്തെ മാറ്റം വേണമെന്ന് സ്വയം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് സാധിക്കുന്നു ചിലർക്ക്. ചിലർ അതിൽ നിന്ന് മറ്റു രീതിയിലുള്ള പ്രചോദനം ഉണ്ടാകുന്നു. പല സിനിമകൾക്കും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ ചോദിക്കും, ഈ സ്വാമിജി എന്താണ് സംസാരിക്കുന്നത്? സഹസ്രനാമത്തെക്കുറിച്ചോ വിഷ്ണുവിനെക്കുറിച്ചോ ദേവിയെക്കുറിച്ചോ ഒന്നും പറയാതെ സിനിമയെക്കുറിച്ച് പറയുന്നു, ഫേസ്ബുക്കിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവർ വിചാരിക്കത്തില്ലേ ഈ സ്വാമിജി എന്താ ഹൈടെക് സ്വാമിജി ആണോ എന്ന്? അത് അവർക്ക് സ്വാമി എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പത്തിലുണ്ടായിട്ടുള്ള അവരുണ്ടാക്കി വെച്ച ഒരു ഫ്രെയിമുണ്ട്, ഒരു സന്യാസി സംസാരിക്കേണ്ടത് എന്താണ് എന്നൊക്കെ. അതിൻ്റെ ഒരു അറിവില്ലായ്മ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ വ്യാസരെ പോലെ ഇതൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആര്? ഇവിടുത്തെ ആനിമേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ആനിമേഷൻ ഒരു സെമിനാർ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ പോയിരുന്നു. അപ്പോൾ അവിടെ ആരോ ചോദിച്ചു, ഈ ആനിമേഷൻ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സ്വാമി എന്തിനാണ് വിളിച്ചത് എന്ന്. അപ്പോഴും നമ്മൾ പറഞ്ഞ ഇതാ, നിങ്ങൾ ലോകത്തിലെ ആനിമേഷൻ ആദ്യം അവതരിപ്പിച്ചിട്ടുള്ള ആൾ വ്യാസരാണ്, വാത്മീകിയാണ്. ഇപ്പോൾ ഹനുമാനെയൊക്കെ യഥേഷ്ടം നീട്ടാവുന്ന വാലും ഇങ്ങനെ എല്ലാം നമ്മുടെ ഇതിൽ വായ തുറക്കുക, അല്ലെങ്കിൽ തലകൾ പെട്ടെന്നുണ്ടാവുക, തല ഇതാവുക. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഈ സാധ്യതകളെ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ സ്ക്രിപ്റ്റേഴ്സാണ് ഈ പറഞ്ഞത്. അപ്പോൾ എല്ലാം സിനിമയായിട്ട് നാടകമായിട്ട് എല്ലാ കലാരൂപങ്ങളും നമുക്ക് ഈ ആധ്യാത്മിക ഗ്രന്ഥത്തിലാണ് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് സന്യാസി സംസാരിക്കുന്നത്? നമ്മൾ രാമായണം വ്യാഖ്യാനിക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ പണിപ്പുരയില്ല. അതും ഇതുപോലെയാണ്, അവസാനം എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ആ വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം അല്ലേ? എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.